രാജ്യത്തെ കടുവ സങ്കേത കേന്ദ്രങ്ങളിലെ മൃഗശാലകൾ, സഫാരികൾ എന്നിവ ഉടൻ അവസാനിപ്പിക്കണമെന്ന് സുപ്രീം കോടതിയുടെ ഉന്നതാധികാര സമിതി. വന്യജീവി വാസ കേന്ദ്രങ്ങളിൽ ടൂറിസം പ്രവർത്തികൾ ഉൾപ്പെടെ തടയണമെന്നും സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കടുവ സങ്കേതങ്ങളിലും സംരക്ഷിത പ്രദേശങ്ങളിലും മൃഗശാലകളും സഫാരികളും അനുവദിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര എംപവേർഡ് കമ്മിറ്റി കഴിഞ്ഞ മാസം സുപ്രീംകോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ ഭേദഗതി ചെയ്യാനോ പിൻവലിക്കാനോ ഉന്നതാധികാര സമിതി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. പരിക്കേറ്റ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനും മാത്രമേ അനുമതി നൽകാവൂ എന്നും സമിതി നിർദ്ദേശിച്ചു. ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ടൈഗർ റിസർവിലെ ബഫർ മേഖലയിൽ ടൈഗർ സഫാരി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് സമിതിയുടെ നിരീക്ഷണം. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി 2012 പുറത്തിറക്കിയ മാനദണ്ഡങ്ങളിൽ കടുവ സങ്കേത കേന്ദ്രങ്ങളിൽ സഫാരി നടത്താൻ അനുമതി നൽകിയിരുന്നു. 2016-19 വർഷങ്ങളിൽ മാനദണ്ഡങ്ങളിൽ ഭേദഗതി വന്നെങ്കിലും സഫാരി നടത്താനുള്ള അനുമതി തുടർന്നു. ഈ മാനദണ്ഡങ്ങളും ഭേദഗതികളും പിൻവലിക്കണമെന്നാണ് ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശം. മൃഗശാലകൾ സ്ഥാപിക്കുന്നത് വനേതര പ്രവർത്തനമല്ലെന്നും സർക്കാർ അനുമതി നൽകേണ്ട ആവശ്യമില്ലെന്നും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം കഴിഞ്ഞ വർഷം വ്യക്തമാക്കിയിരുന്നു. ഈ നിർദ്ദേശവും പിൻവലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് CEC റിപ്പോർട്ടിൽ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 1980 വനം സംരക്ഷണ നിയമത്തിലെയും 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെയും മാർഗനിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കാനും ഭേദഗതി വരുത്താനും മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകാനും സുപ്രീം കോടതിയോട് സമിതി ആവശ്യപ്പെട്ടു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.